സുന്ദരി വാവയായിരുന്നു കേട്ടോ. തല നിറച്ച് മുടിയും നുണക്കുഴിയൊക്കെ ഉള്ള നല്ലൊരു വാവയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണോ എന്തോ. ഈ കൈ നോക്കിയിട്ട് ഇത് വെച്ചാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് നോക്കി. കൈവളയിൽ കാൽത്തളയിൽ കിലുകിലനി കളിയാടി വരും നേരം കാതോർത്തിരുന്നീ. ഹലോ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ന്യൂസിൽ കഴിഞ്ഞ ദിവസം ദിവ്യ ജോണി എന്ന സഹോദരി മരണപ്പെട്ട വിവരം. 3 വർഷം മുമ്പ് അവർ സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു. ആ ഒരു പേരിലാണ് നമ്മൾ അവരിനെ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ദിവ്യ ജോണി എന്ന സഹോദരി കൊല്ലം സ്വദേശിനിയാണ്. അപ്പോൾ അവർ തന്നെ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ കൊന്നതെന്നും. അതായത് സ്വന്തം ബോധത്തോടെയല്ല, അവർക്ക് അതിൻ്റെ ഒരു അസുഖമാണ് അവരെ കുഞ്ഞിനെ അത് കൊല്ലാനുള്ള മനസ്സ് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർ പാട്ടൻ ഡിപ്രഷനിലൂടെയാണ് ആ സഹോദരി തൻ്റെ കുട്ടിനെ കൊന്നത്. പക്ഷേ പിന്നീട് അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോ നിഷ്കളങ്കമായ വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് താൻ ഒരിക്കലും വേണം വെച്ച് ചെയ്തതല്ല. തൻ്റെ ആ സമയത്ത് ആ സഹോദരിക്ക് തോന്നിപ്പോയത്, അതായത് മാനസികമായ ഡിപ്രഷൻ. നമ്മളും ഒരു സ്ത്രീയല്ലേ, നമ്മളൊരു അമ്മയാണ്. നമുക്ക് പ്രസവത്തോടുണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതിലൂടെ ഉണ്ടാകുന്ന ഇത്രയും നമ്മുടെ കൂടെ ആരും ഇല്ലാണ്ടാവും. നമുക്ക് ആ സമയത്ത് സംരക്ഷണമൊന്നും നൽകാതെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സമയത്താണ് ആ ഒരു ടൈമിലാണ് ആ സഹോദരിക്ക് അങ്ങനെ ചെയ്തത്. കൂടെ നിൽക്കാൻ ആരുമില്ല, ഹസ്ബൻഡ് പോലും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ മരണവും സഹോദരൻ്റെ മരണവും അതുപോലെ തൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ചെറുപ്പത്തിൽ തന്നെ സഹോദരൻ മരണപ്പെട്ടതും അമ്മയുടെ മരണതും ആ സഹോദരിക്ക് എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചു, അതുമില്ല. അപ്പോൾ പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടത് അവരുടെ ഭർത്താവിൻ്റെ സംരക്ഷണമാണ്. ആ സമയത്ത് ആ സഹോദരിക്ക് അത് ലഭിക്കാതെ പോയപ്പോൾ അത്രയും മാനസികമായി അത് വിഷമിച്ചുകൊണ്ടാണ്, സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കും, എങ്ങനെയാണ് ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലാൻ സാധിക്കാതെ? നമ്മളുടെ മക്കളെ നമ്മൾ ചിന്തിച്ച് നോക്കിയപ്പോൾ നമുക്ക് എങ്ങനെ സാധിക്കില്ലേ? അങ്ങനെ പലരും പല ചിന്തയിലേ കാണും. പക്ഷെ ആ സ്ത്രീ സഹോദരിയുടെ ഓരോ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയട്ടെ. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ആ സഹോദരിയുടെ ഓരോ വാക്കുകൾ. പക്ഷേ പിന്നീട് സഹോദരി കുറേ സമൂഹത്തിൽ നിന്ന് കുറേ വാക്കുകളും ആൾക്കാരുടെ കുറേ പറച്ചിലുകളും കുത്തുവാക്കുകളൊക്കെ കേട്ട് പാവം അതിൻ്റെ ഹൃദയം ആകെ തകർന്നു തോന്നുന്നില്ല. പിന്നീട് ജയിലിലൊക്കെ കടന്നു എന്നൊക്കെ പറയണ്ടിട്ട് ന്യൂസിൽ. പിന്നീട് ആ സ്ത്രീനെ, സഹോദരീനെ കണ്ണൂരിൽ നിന്ന് ഒരു സ്വദേശിനി വിവാഹം കഴിച്ചു. 5-6 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. മരണപ്പെടുന്ന സമയത്തും ആ സഹോദരി 2ാമത് ഗർഭിണിയാണ്. മുമ്പൊരു വീഡിയോയിൽ ആ സഹോദരി പറയുന്നുണ്ടായിരുന്നു, ഇനി ഒരു അമ്മയായിക്കഴിഞ്ഞാൽ അഥവാ ഞാനൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പേടിയാണ്, ഇനി ഞാൻ ഇതുപോലെ ചെയ്യുമോ എന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ സഹോദരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറയും. വീഡിയോയിൽ ആ സഹോദരി പറയേണ്ട ഒരു ന്യൂസിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സഹോദരിയുടെ ഓരോ നിഷ്കളങ്കമായ വാക്കിൽ നമുക്കിത് കേൾക്കാൻ കഴിയും. എനിക്കിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആകെ വിഷമമായിട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആ സഹോദരിക്ക് മനസ്സിക്ക് എപ്പോഴും ഒരു വിഷമമായിരുന്നു. തൻ്റെ പ്രസവിച്ച കുട്ടീനെ കൊന്നു. ആ ഒരു മനസ്സിക്ക് എപ്പോഴും ഉണ്ടാവും ജീവിതകാലം മുഴുവൻ. അപ്പോൾ നേറി ആ സഹോദരിയുടെ മനസ്സ് ആകെ ഇതായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യക്ക് തുനിഞ്ഞു എന്ന് ആ സഹോദരിക്ക് നമ്മൾ എല്ലാവർക്കും തോന്നും. എന്തുകൊണ്ടാണ് ആ സഹോദരി ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇപ്പോൾ 2ാമത് ഗർഭിണിയായില്ലേ, അപ്പോൾ ഇനിയും ഒരു കുട്ടിക്ക് ഞാൻ ജന്മം കൊടുത്താൽ അതിന് ഞാൻ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചാലോ എന്ന് മനസ്സിക്കൊരു പേടി തോന്നിയിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത്. എന്തായാലും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അപ്പോൾ അവരുടെ മരിച്ചുപോയ കുഞ്ഞും അമ്മയും എല്ലാവരും 3 പേരും അവിടെ സ്വർഗത്തിൽ
ഒന്നാവട്ടെ അല്ലേ, അവിടെ ഒന്ന് കാണാൻ പറ്റുമായിരിക്കും. ഏതൊരു അമ്മയ്ക്കും സ്വന്തം മക്കളെ കൊല്ലാൻ കഴിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ആ സഹോദരിയുടെ അസുഖമാണ് ആ സഹോദരിനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതിലൂടെയാണ് നമ്മുടെ മാനസിക നില ഫുള്ളും തകർന്ന നിലയിലായിരിക്കും അങ്ങനെ ആ സഹോദരിക്ക് തോന്നിയിട്ടുണ്ടാവുക. പിന്നെയാണ് സ്വയബോധം നഷ്ടപ്പെട്ടു. പിന്നെ ഓർമ്മ കിട്ടുമ്പോഴാണ് അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നല്ലോ എന്ന് ചിന്ത വന്നത്. അപ്പോഴായിരിക്കും ആ സമയത്തൊക്കെ മനസ്സൊക്കെ ആകെ ഇതായിട്ടുണ്ടാവും. അതായിരിക്കും ആ സഹോദരിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. നമ്മളായാലും ആരായാലും എന്തിനാ നീ അങ്ങനെ ചെയ്ത്, നീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നിൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊല്ലാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ആ സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കിയത്. സുന്ദരി വാവയായിരുന്നു കേട്ടോ. തല നിറച്ച് മുടിയും നുണക്കുഴിയൊക്കെ ഉള്ള നല്ലൊരു വാവയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നതാണോ എന്തോ. ഈ കൈ നോക്കിയിട്ട് ഇത് വെച്ചാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്ന് നോക്കി. കൈവളയിൽ കാൽത്തളയിൽ കിലുകിലനി കളിയാടി വരും നേരം കാതോർത്തിരുന്നിയ പിച്ചവയ്ക്കും കൺമണിയെ. മുലപ്പാലിനൊപ്പം താരാട്ടു പാടിയിരുന്ന പൊന്നമ്മയായിരുന്നു ദിവ്യ. പക്ഷെ അവളുടെ ഉള്ളു കീഴടക്കിയ മറ്റാരോ അനുഭ എന്ന അവളുടെ പൊന്നും കുടത്തെ കവർന്നെടുത്തു. പഠന വഴികളിലെല്ലാം മിടുക്കിയായിരുന്ന ദിവ്യ നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു. അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നവൾ കൊലപാതകിയാണ്. അത്രയും ക്ലോസ് ആയിട്ട് സഹകരിച്ചുകൊണ്ടിരുന്നവർ പോലും നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞ സമയത്താണ് ഞാൻ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നു. സുന്ദരി വാവയായിരുന്നു കേട്ടോ. തല നിറച്ച് മുടി, സുന്ദരി വാവയായിരുന്നു. ച്ചുകൊണ്ടിരുന്നവർ പോലും നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞ് നിൽക്കുക, നമ്മളെ കാണുമ്പോൾ കയറി കഥ അടച്ച് കളയുക. നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് മിണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പം നമ്മളെ കുറിച്ച് കമൻസ് പാസ്സാക്കുക. അങ്ങനെയൊക്കെ ഉള്ള അവൾ ഒരുങ്ങിക്കെട്ടി നടക്കുന്നതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് നാണമില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ. ഹിന്ദുവും വിവാഹമോചിതനുമായ ആയുർവേദ ഡോക്ടറെയാണ് ദിവ്യ ജോണി കല്യാണം കഴിച്ചത്. അർബുദ രോഗബാധിതയായ അമ്മയുടെ ചികിത്സാർത്ഥം പരിചയപ്പെട്ട ഡോക്ടറെ ആയിപ്പേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രണയവിവാഹമായിരുന്നു എന്ന്. ഞാനൊരു MSc പഠിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. നിയമപ്രകാരവും ഹിന്ദു ആചാരപ്രകാരവും കഴിച്ച വിവാഹ നാൾ മുതൽ അയാളുടെ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടു. വിവാഹത്തിന് അധികം വൈകാതെ തന്നെ അവൾ ഗർഭിണിയായി. സന്തോഷത്തിന് പകരം സങ്കടമാണ് അതിന് അവൾക്ക് നേരിടേണ്ടി വന്നത്. ആദ്യത്തെ അമ്മായിച്ചൻ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല, ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ട, ഇത് അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മായിച്ചൻ്റെ ഭാഗത്തു നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നതാ, അതങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പൊട്ടിത്തെറിച്ച്. പ്രസവ സമയത്ത് ഭർത്താവിന്റെ സാമീപ്യം പോലും അവൾ അറിഞ്ഞില്ല. ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം ആവുന്നില്ല. ആ കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും അതിനെ ഒന്ന് എടുക്കുകയോ കളിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാള് എന്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ വിഷമം അഭിനയിക്കുന്നു? ഭർത്താവിന്റെ വീട്ടിൽ ശസ്ത്രക്രിയയിലൂടെ പ്രസവിച്ച പെണ്ണിന് കിട്ടേണ്ട ഒരു പരിഗണനയും അവൾക്ക് കിട്ടിയതുമില്ല. ഞാൻ പ്രസവിച്ച് 4ന്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവർ ആ കുഞ്ഞിനെ കാണുന്നത്. സെയിം കല്യാണ ദിവസത്തിന്റെ അതേ അവഗണനയായിരുന്നു ചെന്ന് കയറിയപ്പോഴും ഉണ്ടായത്. കുഞ്ഞിനെ അവര് മേടിച്ചു, ലാളിക്കുന്നു, നോക്കുന്നു, എടുക്കുന്നു. എന്നാ മോളെ സിസേറിയനാണ്, സിസേറിയൻ കഴിഞ്ഞ് വന്നതാ, എന്നാ മോളെ എങ്ങനെ ഉണ്ട്, സുഖമാണോ, വേദനയുണ്ടോ, ഒരു വാക്ക് ഒരു വാക്ക് വേണ്ട, ജസ്റ്റ് ഒരു നോട്ടം മതി, അതുകൂടെ ഉണ്ടായില്ല. ഉറക്കമില്ലാത്ത രാവും പകലും അവളെ തീർത്തും അവശയും അസ്വസ്ഥയുമാക്കി. എല്ലാവരോടുമുള്ള ദേഷ്യം സ്വന്തം കുഞ്ഞിലേക്ക് എത്താൻ തുടങ്ങിയതിനെ തുടർന്ന് അവളെ ചികിത്സയ്ക്കും വിധേയമാക്കി. ഇതിനിടയ്ക്ക് ആത്മഹത്യക്കും ദിവ്യ ശ്രമിച്ചു. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതിന്റെ വേരിയേഷൻ മൂലമാണ് നമുക്ക് അസുഖം ഉണ്ടാകുന്നത്. പോലെ വന്ന് മിന്നൽ പോലെ പോയ ഒരു കൊച്ച്. അന്ന് സമ്മർദ്ദം തലയ്ക്കുയറിയ ആ കെട്ട ദിവസം ദിവ്യ ഓർത്തെടുക്കുന്നത്, നമ്മളോട് പറയുന്നത് ഇങ്ങനെ: ഞാൻ നാളത്തേക്കുള്ള തോരന് അരിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഞാൻ വരുന്നത്. വന്നു, കുഞ്ഞിന് പാല് കൊടുത്തു,
കുഞ്ഞിനെ എടുത്ത് ഇവിടെ എല്ലാം കൊണ്ട് നടന്നു. അതുവരെയൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് ബക്കറ്റില് വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് അത് കയ്യും കാലും ഇട്ട് അടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് തവർത്തിയിട്ട് ഞാൻ ഇപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന ഈ റൂമിലായിരുന്നു ഞാനും കുഞ്ഞും അന്നൊക്കെ കിടന്നിരുന്നത്, തറയിൽ പായ വിരിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ കിടന്നു. കുറേ നേരം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്നു കൊച്ചിനെ. പിന്നെ എപ്പോഴാ മൈൻഡ് മാറിയെന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് തലയണ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു. പിന്നെ നല്ല രീതിയിൽ ആയപ്പോഴത്തേക്ക് കൊച്ചിനെ തട്ടി വിളിച്ചപ്പം അനക്കമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എന്തോ ചെയ്യുമെന്ന് വെപ്രാളപ്പെട്ടിട്ട് ആദ്യം ഹസ്ബൻഡിനെയോ അച്ഛനെയോ വിളിക്കണം എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും, എന്നെ അവർ അടിച്ചു കൊന്നു കളയുമായിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഞാൻ 100-ൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അസ്വസ്ഥതകളുള്ള ഒരാളായിരുന്നു, കൊച്ചിനെ ഞാനിങ്ങനെ ഉപദ്രവിച്ചു, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേഗം ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ആംബുലൻസ് ഇട്ട്. പക്ഷെ ആംബുലൻസ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ചേച്ചിയും കൂടെ വന്ന് കതകിന് മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കതക് തുറന്നു. അച്ഛൻ പെട്ടെന്ന് കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ആ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും ഞാൻ ചോദിക്കുന്നത് കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചോ, കൊച്ചിനെന്തെങ്കിലും പറ്റിയോ എന്നാ. പക്ഷേ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു പോലീസുകാരി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇയാൾ എന്തിനാ കൊച്ചിനെ അങ്ങനെ ചെയ്തേ? ഞാൻ പറഞ്ഞു, കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തയാ. എന്നാ കൊച്ച് ചത്തുപോയി എന്നും പറഞ്ഞ് അവർ പിന്നെ കുഞ്ഞിനെ കാണാനോ ഒന്നും സമ്മതിച്ചില്ല. ഇനി അമ്മയാകുമോ ദിവ്യ? ഞാൻ ചോദിച്ചു. അതിന് കൃത്യമായ ഉത്തരം അവൾക്ക് പറയാനുണ്ടായിരുന്നു. ഇനി ഒരു കുഞ്ഞെന്ന് പറയാൻ എനിക്ക് പേടിയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയൊരു മോനോ മോളോ ഉണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിന് ചെയ്തു തരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു ജോലി വാങ്ങിക്കണം. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജോലിയൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണം, അച്ഛനെ നോക്കണം, മുന്നോട്ടുള്ള കാലം എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടണം. അത്രയേ ഉള്ളൂ. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ അമ്മ എന്ന ദുഷ്പേരാണോ ദിവ്യ? കുപ്രസിദ്ധി എന്ന് പറയാം. കുഞ്ഞിനോട് എനിക്ക് സ്നേഹമാണ് എന്നുള്ളത് അവൾക്കറിയാം. അവളോടുള്ള ആ വെറുപ്പ് വന്നത് എൻ്റെ അസുഖം കൊണ്ട് വന്നതാണ്. അപ്പം ആ കുഞ്ഞിനെ ഞാൻ സ്നേഹിച്ചിരുന്നത് അതിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിനറിയാൻ പറ്റും, അതിനെ ഞാൻ മനഃപൂർവ്വം ഒന്നും ഹേർട്ട് ചെയ്തില്ല എന്നുള്ളത് അതിനറിയാൻ പറ്റും. അതുകൊണ്ട് അത് എന്നോട് ക്ഷമിക്കുമായിരിക്കും എന്നൊരു വിശ്വാസം എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവും ആ കൊച്ച്. അങ്ങനെ ഒരു തോന്നല്. ഞാൻ ഇത്രയും നേരം ദിവ്യയുടെ കഥ